ചെന്നൈ ടീം വീണ്ടും തോറ്റിരിക്കുകയാണ്. ഇന്ന് 210 റൺസ് എടുത്തിട്ടും ചെന്നൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ലക്നൗ 3 ബോൾ ബാക്കി നിൽക്കെ കളി ജയിച്ചു. വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സ്റ്റോയിനസിനാണ്. സെഞ്ചുറി പ്രകടനമാണ് സ്റ്റോയിനസ് കാഴ്ചവെച്ചത്. ഇന്ന് കളി ജയിച്ച ശേഷം രാഹുൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജയിച്ച മത്സരമാണ് അവസാനം ചെന്നൈ കൊണ്ടുപോയി കളഞ്ഞത്. സ്റ്റോയിനസിനെ പുറത്താക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് ചെന്നൈ ജയിച്ചേനെ. ഇത്രയും വലിയ ടാർഗറ്റ് നേടിയിട്ടും ചെന്നൈക്ക് കളി ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് കളി ജയിച്ച് ലക്നൗ ക്യാപ്റ്റൻ രാഹുൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം CSK പോലെ ഒരു ടീമിനെതിരെ ജയിക്കുന്നത് ഈസിയല്ല. അവരിന്ന് മികച്ചൊരു ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ പിഴച്ചതായിരുന്നു. എന്നാൽ സ്റ്റോയിനസ് അവനാണ് കളി ജയിപ്പിച്ചത്. അവനില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇന്ന് തോറ്റേനെ. ധോണി ഒരുപാട് തന്ത്രങ്ങൾ ഇന്ന് ഞങ്ങൾക്കെതിരെ പയറ്റി. പക്ഷേ ഞങ്ങളത് അതിജീവിച്ചു. ചെന്നൈക്കെതിരെ വിജയിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം അതുപോലത്തെ വിജയമാണ് ഇന്ന് ഞങ്ങൾ നേടിയത്. വിജയത്തിലെ എല്ലാ ക്രെഡിറ്റും സ്റ്റോയിനസിനുള്ളതാണ്. അവനാണ് ഇന്നത്തെ മാച്ചിലെ ഹീറോ. വരുന്ന മത്സരത്തിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് KL രാഹുൽ വ്യക്തമാക്കി. ചെന്നൈ ടീമിനെ ഭാഗ്യമില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും മികച്ച രീതിയിൽ കളിച്ചിട്ടും അവർക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഋതുരാജിൻ്റെ സെഞ്ചുറി പാഴായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ ശിവൻ ദുബെയും. പണ്ടൊക്കെ 200 റൺസ് എടുത്താൽ ആ ടീം ജയിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ 250 റൺസ് എടുത്താലും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെയാണ് ഓരോ ടീമിലെ താരങ്ങളും അടിച്ചു കളിക്കുന്നത്. ചെന്നൈക്ക് ഇന്ന് തോറ്റത് കൊണ്ട് തന്നെ പണിയായിരിക്കുകയാണ്. വരുന്ന ഒരുവിധം എല്ലാ മാച്ചിലും ജയിക്കേണ്ടിയിരിക്കുന്നു. വിജയത്തോടെ ലക്നൗ മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ചെന്നൈ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.